Hi all, welcome to Commerce Bytes. Now it's the daily top mini series part 14. Without much time, let's begin. Lev Vygotsky from Russia, who developed social development theory and is known for socio-cultural theory. Vygotsky gave more importance to social interaction, language, and culture. These are the three most important aspects of Vygotsky. ഈ വൈഗോട്സ്കി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള കുറച്ച് കീവേഡ്സ് ഞാൻ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈഗോട്സ്കിയുടെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈസിലി ആ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്ത് അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റും. Trust me guys, it's a word from Commerce Bytes. Trust us, Commerce Bytes. എപ്പോഴും ഏതൊരു ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യാൻ എടുക്കുമ്പോഴും അതിൽ കുറച്ച് കീവേഡ്സ് ഉണ്ടാവും. ഓൾവേസ് സെർച്ച് ഫോർ ദാറ്റ് കീവേഡ്സ് ആൻഡ് എപ്പോഴും റിവൈസ് ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ആ കീവേഡ്സിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് വേണം പഠിക്കാൻ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. അപ്പോൾ വൈഗോട്സ്കിയുടെ ഏതൊരു ടോപ്പിക്കും നമ്മൾ പഠിക്കുമ്പോഴും നമ്മളുടെ മൈൻഡിൽ വേണ്ട 3 പോയിൻറ്റ്സ് ഉണ്ട്. സോഷ്യൽ ഇൻട്രാക്ഷൻ, കൾച്ചർ, ലാംഗ്വേജ്. ഇത് ഇത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വൈഗോട്സ്കി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഷ്യൽ ലേണിങ്ങിനാണ്. സോഷ്യൽ ഇൻട്രാക്ഷനിൽ ഉണ്ടാവുന്ന സോഷ്യൽ ലേണിംഗ്. ഞാൻ പറഞ്ഞു സോഷ്യൽ ഇൻട്രാക്ഷൻ, ലാംഗ്വേജ്, കൾച്ചർ. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ 3 പോയിൻ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ, ലാംഗ്വേജ്, കൾച്ചർ അങ്ങനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് യുവർ ആൻസർ ലെവ് വൈഗോട്സ്കി ബിക്കോസ് ദാറ്റ്സ് സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ലിവ് വൈഗോട്സ്കി ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല ബിക്കോസ് ഹീ ഈസ് സച്ച് എ ഇമ്പോർട്ടൻറ്റ് ഗൈ. അണ്ടർസ്റ്റുഡ്? സോ ത്രൂ ദ സോഷ്യൽ ലേണിംഗ്, കണ്ടിന്യൂ പ്രോസസ് ഓഫ് ലേണിംഗ്. നമ്മളുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് സോഷ്യൽ ലേണിങ്ങിലൂടെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. ഹി ബിലീവ് ദാറ്റ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂവൽ. നമ്മളുടെ തിങ്കിങ് എബിലിറ്റി എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വൈഗോട്സ്കിയുടെ ഒരു തിയറി. അണ്ടർസ്റ്റുഡ്? ഹി ഓൾവേസ് ഫോക്കസ് ഓൺ ദ ചൈൽഡ് ഡെവലപ്മെൻറ്റ്. സോ ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴും വൈഗോട്സ്കിനെ നമുക്ക് blindly believe ചെയ്യാം. Understood? Social environment in learning process. A teacher who believe in social constructivist theory of live method used for assessing collaborative projects. ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ടീച്ചർ ഹു ബിലീവ് ഇൻ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി ഓഫ് ലിവ് മെത്തേഡ് യൂസ് ഫോർ അസസിങ്. എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു ടീച്ചർ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി ബിലീവ് ചെയ്ത് ലിവ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അസസ് ചെയ്യുന്നത് എന്താണ്? കൊളാബറേറ്റീവ് പ്രൊജക്ട്സ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. പിന്നെ വരുന്ന മെയിനായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് മോർ നോളജ് അതേഴ്സ്, MKO. ഈ ഒരു വാക്ക്, ഈ ഒരു ഫ്രേസ് നിങ്ങൾ എവിടെ ക്വസ്റ്റ്യനിൽ കണ്ടാലും അതിൻ്റെ ചുറ്റിപ്പറ്റി നമ്മളുടെ ലെവ് വൈഗോട്സ്കിയുടെ ഓപ്ഷൻ ഉണ്ടാവും. സോ ലോക്ക് ഫോർ ദാറ്റ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് 4 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, 4 ഗോൾഡൻ പോയിൻറ്റ്സ് പറഞ്ഞു തന്നു. സോഷ്യൽ ഇൻട്രാക്ഷൻ, ലാംഗ്വേജ്, കൾച്ചർ, ദെൻ മോർ നോളജ് അതേഴ്സ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ഡു യു ഗെറ്റ് ദിസ് പോയിൻറ്റ്? അക്കോർഡിംഗ് ടു വൈഗോട്സ്കി, language has profound effect. Every function in child's culture appears twice. First on the social level, അത് ഞാൻ പറഞ്ഞു social level importance ആണ്. Later on the individual level. The second aspect of Vygotsky theory is idea that potential for cognitive development depends upon ZPD, zone proximal development. Most of the students will be unaware of ZPD. Let me give you a brief explanation. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് നോൺ ആൻഡ് വാട്ട് ഈസ് നോട്ട് നോൺ.
നമുക്ക് എന്താണോ അറിയുന്നത്, നമുക്ക് എന്താണോ അറിയാൻ പാടില്ലാത്തത്, അത് തമ്മിലുള്ള ഒരു ടൈം ഗ്യാപ്പ് ഇല്ലേ, അത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, which was done by Vygotsky. Most immediate psychological development of a child includes wide range of emotional, cognitive and volitional psychological process. It is the difference between what learners can do with the help and without help. ഒരു ലേണറിന് തന്നെത്താനെ ചെയ്യാൻ പറ്റുന്നതും മറ്റുള്ളവരുടെ സഹായത്താൽ ചെയ്യാൻ പറ്റുന്നതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ പറയുന്നത് വാട്ട് ഇസ് നോട്ട് നോൺ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഫുൾ ഡെവലപ്മെൻറ്റ് ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ്സ് upon full social interaction. Then the next term is scaffolding, thinking and language, social speech, private speech and silent inner speech. 3 types of speech is explained here. Social speech, സോഷ്യലായിട്ട് നമ്മൾ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് പ്രൈവറ്റ് സ്പീച്ച് ഓഫ് എ ചൈൽഡ് അല്ലെങ്കിൽ ഒരു ചിൽഡ്രൻ മീൻ ദിസ് ഇല്ലസ്ട്രേറ്റ് ദാറ്റ് ദ ചിൽഡ്രൻ യൂസ് സ്പീച്ച് ടു ഗൈഡ് ദെയർ ഓൺ ആക്ഷൻ. അവരുടെ ആക്ഷൻ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രൈവറ്റ് സ്പീച്ച്. സൈലൻറ്റ് ഇന്നർ സ്പീച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് ടീച്ചിങ്, ആ ഒരു ടീച്ചിങ് ആണ്. കൊളാബറേറ്റീവ് ലേണിംഗ്, പിയർ ട്യൂട്ടറിങ്, അസിസ്റ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, റെസിപ്രോക്കൽ ടീച്ചിങ്, ഇതെല്ലാം വൈഗോട്സ്കിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറീൻ്റെ ഒരു അണ്ടറിൽ വരുന്ന കുറച്ച് ടൈപ്സ് ഓഫ് ലേണിങ്ങും ടീച്ചിങ്ങും ആണ്. അണ്ടർസ്റ്റുഡ്? 3 more points to be noted more importantly. First one is scaffolding. Scaffolding ഞാൻ നിങ്ങൾക്ക് നേരത്തെ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് സ്കാഫോൾഡിങ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ദ ടീച്ചർ ആഡ് സപ്പോർട്ട് ഫോർ ദ സ്റ്റുഡൻസ് ഇൻ ഓർഡർ ടു എൻഹാൻസ് ദ ലേണിംഗ് ആൻഡ് എയ്ഡ് ഇൻ മാസ്റ്ററി ഓഫ് ടാസ്ക്. For example, giving students chart labeled with relevant variables prior to the science experiment. ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ടീച്ചർ ഒരു ലേബിൾ ചെയ്ത ഒരു ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. സ്കാഫോൾഡിംഗ് ലിവ് വൈഗോട്സ്കിയുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേംസിൽ വരുന്ന ഒന്നാണ്. പിന്നെ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ഞാൻ നേരത്തെ സ്പെസിഫൈ ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് വൈഗോട്സ്കിയിലുള്ളതാണ് തിങ്കിങ്ങും ലാംഗ്വേജും. The next important section is social speech, private speech and silent inner speech. Okay, let's have a detail on it. The first one is social speech, which is the external communication used to talk to others. Okay, I hope it's clear to you. The next one is private speech. Private speech is a speech spoken to oneself for the communication, self-guidance and self-regulation of behavior. It is between the ages of 2 and 7 that the children can observe engaging in private speech. Although it is audible, it's neither intended for nor directed at others. I hope it's clear. Private speech എന്ന് പറഞ്ഞാൽ അവർ ഓൺ ആയിട്ടുള്ള ഒരു സെൽഫ് ഗൈഡൻസ് സെൽഫ് റെഗുലേഷൻ ഓഫ് ബിഹേവിയർ, ഒരു കമ്മ്യൂണിക്കേഷൻ ടു വൺ സെൽഫ്, അതാണ് പ്രൈവറ്റ് സ്പീച്ച്. The next one is silent inner speech. It is in the form of internalized self-directed dialogue, talking to oneself. The phrase inner speech was used by Russian psychologist Lev Vygotsky to describe the stage in the language acquisition and the process of thought. So ഇപ്പം ഞാൻ ഫസ്റ്റ് നമ്മളുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ 3 ആസ്പെക്ട്സ് 3 ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. സോഷ്യൽ ഇൻട്രാക്ഷൻ, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. പിന്നെ ഒരു അഡീഷണൽ പോയിൻ്റ് ആയിട്ട് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഇത്രയും പറഞ്ഞ 4 പോയിൻറ്റ്സ് നിങ്ങളൊരു ഹൈലൈറ്റർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ബെറ്റർ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സ്കാഫോൾഡിംഗ്, തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്, സോഷ്യൽ സ്പീച്ച്, പ്രൈവറ്റ് സ്പീച്ച്, സൈലൻറ്റ് ഇന്നർ സ്പീച്ച്, ദെൻ some types of learning and teaching. Let me
come to that point. Collaborative learning, peer tutoring, assistive learning, cooperative learning, reciprocal teaching. ഈ പറഞ്ഞ ഫൈവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേണിങ്ങും ടീച്ചിങ്ങും നിങ്ങളൊന്ന് ബൈ ഹേർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ലേണിംഗ് ആരുടെ കീഴിലാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ലെവ് വൈഗോട്സ്കി എന്ന് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. കൊളാബറേറ്റീവ് ലേണിംഗ്, പിയർ ട്യൂട്ടറിംഗ്, അസിസ്റ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് റെസിപ്രോക്കൽ ടീച്ചിങ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ലെവ് വൈഗോട്സ്കി. ഈ ഒരു പോർഷനിൽ ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. യു പീപ്പിൾ ക്യാൻ സ്കോർ ഗുഡ് മാർക്സ്. വൈഗോട്സ്കിയുടെ 2 ആയിക്കോട്ടെ 3 ആയിക്കോട്ടെ എത്ര ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, യു പീപ്പിൾ ക്യാൻ ക്രാക്ക് ആൻഡ് യു പീപ്പിൾ ക്യാൻ സെക്യൂർ ദ മാർക്സ് ഫ്രം ലെവ് വൈഗോട്സ്കി. ഇത് കോമേഴ്സ് ബൈറ്റ്സിൻ്റെ ഉറപ്പ്. താങ്ക് യു.